ശൈലജ എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിവേകം എന്ന് പറഞ്ഞ ഒരു കാര്യസ്ഥനെ കുറിച്ചുള്ള വിവരണമാണ്. ഇവിടെ ഈ കാര്യസ്ഥനോട് തന്റെ യജമാനൻ വന്നിട്ട് പറയുകയാണ്, ഉടനെ നീ നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ച് തന്നെ വീണ്ടും ഒന്ന് ചിന്തിക്കുന്നത്. അല്ലെ, ഇയാളെ കുറിച്ചുള്ള അഭിപ്രായം മോശമാണ് എന്ന് ഇദ്ദേഹത്തിന്റെ യജമാനൻ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന്റെ ഈ കാര്യസ്ഥതയുടെ കണക്കൊന്ന് നോക്കുകയാണ്. കണക്ക് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അത്ര നല്ല രീതിയിലൊന്നല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തുന്നു. ആ മാറ്റം അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സുവിശേഷത്തിലെ ഈ കാര്യസ്ഥൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ കാര്യസ്ഥതയുടെ ഒരു കണക്ക് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഓരോ കുമ്പസാരവും ഒരു കണക്കെടുപ്പാണ്. കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ കുമ്പസാരം വരെ എന്തൊക്കെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി, എന്തൊക്കെ നടന്നു എന്നുള്ളൊരു കണക്കെടുപ്പാണ് ഓരോ കുമ്പസാരവും. ആ കണക്കെടുപ്പ് നമ്മളെ ഇതിലൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവമേ, നീ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ കഴിവുകൾ അനുസരിച്ച് അതിന്റെ കണക്ക് എന്താണ്? അതനുസരിച്ച് ഞാൻ എന്തുമാത്രം ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തുമാത്രം ഭംഗിയായിട്ട് ചെയ്യാം, അതിൽ എന്തൊക്കെ വീഴ്ചകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദൈവമേ, നീ എനിക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് വെച്ച് അതിന്റെ കണക്ക് എന്താണ്? അത് എന്തുമാത്രം ഭംഗിയായിട്ട് ഞാൻ വിനിയോഗിക്കുന്നുണ്ട്, ഇനിയും എത്ര ഭംഗിയായിട്ട് അത് ഉപയോഗിക്കാം, അല്ലെ? എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നീ എനിക്ക് നൽകിയിട്ടുള്ള സമയം, അതിന്റെ കണക്ക് എന്താണ്? അതിന്റെ ഈ നിലവിലെ അവസ്ഥ എന്താണ്? അത് വെച്ച് എനിക്ക് എങ്ങനെയൊക്കെ ബെറ്റർ ആയിട്ട് നീ ഭംഗിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊരു കണക്കെടുപ്പ് നടത്താനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു കണക്കെടുപ്പ് നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഇതിലൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്